സങ്കീർത്തനം 60:12. ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന വിരുന്നിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലിച്ചന്റെ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കേട്ട വചനം 60-ാമത്തെ സങ്കീർത്തനത്തിൽ 12-ാം തിരുലിഖിതമാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലും മറ്റു പല രാജ്യങ്ങൾ തമ്മിൽ ശത്രുക്കളെ യുദ്ധം ചെയ്ത് പൊരുതി അവരെ തോൽപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ ഈ യുദ്ധങ്ങൾ പറയുന്നത് ഒരു ആത്മീയ യുദ്ധമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ പിശാചിനെതിരെ, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവനെതിരെ ദൈവമക്കൾ ദൈവത്തോടൊത്ത് പൊരുതി ജയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് പൊരുതി ജയിച്ചതുപോലെ പൊരുതി ജയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ ഇടം വലം തിരിയാതെ അവൻ അനുഗ്രഹം പ്രാപിക്കേണ്ട വഴികളെ തടഞ്ഞു നിർത്തുന്ന സാത്താന്റെ ശക്തികളെ അവരുമായി ദൈവത്തിന്റെ നാമത്തിൽ പൊരുതി ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഞാൻ ഓർക്കാൻ ഇവിടെ ധ്യാനം കൂടാൻ ഒരു സഹോദരൻ വന്നു. ആ സഹോദരൻ ധ്യാനം കൂടുന്ന സമയമാകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, ഞെരുക്കൾ വരിക. ആ ദാസൻ അങ്ങോട്ട് പൊരുതി ജയിച്ച് ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബിമിൽ. ഞാൻ വയനാട്ടിലെ മാനന്തവാടി രൂപതയിലെ പാടിച്ചിര ഇടയിൽ നിന്ന് വരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒന്ന് വീണായിരുന്നു. അന്ന് വരെ എനിക്ക് നടുവേദന തുടങ്ങി. പിന്നെ കുറേ തിരുമിച്ചു. പിന്നെ +2 പഠിക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചാച്ചൻ കുഴമ്പിടുന്നു, തിരുമുന്നു. രാവിലെ കേൾക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, വൈകുന്നേരം വരുന്നു, തിരുമുന്നു. അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ പഠിക്കാനായി പോയി. അന്നേരം ഇതൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്ക് നാട്ടിൽ വന്നു, തിരുമിച്ചു. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് നാളത്തേക്ക് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ നടുവേദന മാറിയിരുന്നു. അപ്പം ഇവിടെ വട്ടായി അച്ഛൻ്റെ അതിരമ്പുഴ കൺവെൻഷൻ അതിരമ്പുഴ നടക്കുന്ന സമയത്ത് ഞാൻ അതിരമ്പുഴയിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്നും പോകാൻ പറ്റില്ലും ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ റെഡിയായിരുന്നു. അന്ന് രാത്രി ഈ ജന്മത്തെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ എനിക്ക് നടുവേദനയും ഉണ്ടായി. എന്ത് ചെയ്താൽ എന്നെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. കുറച്ചങ്ങ് പോയ പള്ളിയാണ്, പക്ഷേ എന്നെ കൊണ്ട് പോകാൻ പറ്റിയില്ല. ഞാൻ പോയുമില്ല. അതുകൊണ്ട് അന്ന് അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ശാലോം TV അഭിഷേകാഗ്നി കണ്ടു. ഞാൻ അങ്ങനെ കാണാറുള്ളതല്ല, ഞാൻ ചാനൽ മാറ്റും. പിന്നെ അന്നിങ്ങനെ അമ്മമാരെക്കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ കാണണം തോന്നി. അങ്ങനെ ഞാനത് അരമണിക്കൂർ ഇരുന്ന് കണ്ടു. മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ധ്യാനം കൂടണം തോന്നി. ഞാൻ നേരെ വീട്ടിൽ എൻ്റെ ആൻറ്റീനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ധ്യാനം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ദൈവം കൊണ്ടുവരുന്ന വഴി കണ്ടോ നിങ്ങൾ? ദൈവം ഏതൊക്കെ വഴികളെ കൊണ്ടുവരുന്നതൊക്കെ 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ധ്യാനത്തിന് ബുക്കിംഗ് ആയി, ഇവിടെ ഓക്കെ ആയി. അന്ന് മുതൽ എനിക്ക് നടുവേദന തുടങ്ങി. പിന്നെ അനങ്ങാൻ സമ്മതിക്കാല, ധ്യാനം കൂടിക്കാല, അത് മാത്രമേ ഉള്ളൂ. 3.5 മാസം മുമ്പ് ഇവിടെ ധ്യാനം ബുക്ക് ചെയ്തു. അന്ന് മുതൽ എനിക്ക് നടുവേദന. ഇല്ലാത്ത അസുഖമൊന്നുമില്ല. എനിക്ക് വഴി കൂടി പോയ അസുഖമല്ല എൻ്റെ മേത്ത് വന്ന് കയറി. അത് ഇത് പനി അങ്ങനെ എല്ലാ അസുഖവും എനിക്ക് വന്നു. എന്നെക്കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. കുറേ നാൾ ഞാൻ വീട്ടിലായിരുന്നു ധ്യാനത്തിന് വരുന്നതിന് മുമ്പ്. അങ്ങനെ ഇവിടെ വന്നു ഇന്നലെ ആരാധനേൻ്റെ സമയത്ത് ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. എനിക്കങ്ങനെ പിന്നെ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. നമ്മൾ അങ്ങനെ തുള്ളുവാനും കുഴപ്പമില്ലായിരുന്നു. അതുപോലെ അവിടെ പോയി ശുശ്രൂഷ ചെയ്യുമ്പം എനിക്ക് കുഞ്ഞ് പ്ലേറ്റ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. പോയി നമ്മുടെ പാത്രം കഴുകാനും ഒക്കെ ഞങ്ങൾ സഹായിച്ചു. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരോ പുറകിൽ നിന്നൊരു വടിയെടുത്ത് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാനപ്പം ചുറ്റും നോക്കി, എല്ലാവരും കണ്ണടച്ച് വയ്ക്കുക. ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ സെബി ബ്രദർ മാത്രമുണ്ട് കണ്ണ് തുറന്ന് ഓർഗൻ വായിക്കുന്നത്. വേറെ ആരുമില്ല. അച്ഛന്മാരെല്ലാം കണ്ണടച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ ഒന്ന് വേച്ചു പോയി. ഞാൻ നേരെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ തലയിൽ കൂടി ഭയങ്കരമായിട്ട് വെള്ളം ഒഴിക്കും. ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് വേർത്തു. അതുപോലെ വേർത്ത് അങ്ങ് ഒഴുകി കഴിഞ്ഞിട്ട് ഞാൻ കുനിഞ്ഞെൻ്റെ നിലത്തുനിന്ന് ബൈബിളും എടുത്തു. എനിക്കൊരു കുഴപ്പമില്ല. ഇന്നലെ ആരാധന സമയത്തല്ലേ, രാത്രി ആരാധന സമയത്തല്ലേ, ആ ഒരു ഒറ്റ അടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് ശരിക്കും വട്ടാലിച്ചൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ പറഞ്ഞത്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോറിലെടുത്തിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ദൈവദൂതൻ, അതായത് ഈ ദാസനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അന്ധകാര പീട്ടകൾ അങ്ങോട്ട് ഒരു വിട്ടുപോകുന്ന സമയമാണ് അങ്ങോട്ട്.
ആദ്യം അങ്ങനെ ആ സാധനങ്ങൾ വിട്ടുപോയി. ആ സെക്കൻഡ് അത് കുനിയാ നിവരാ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് അടിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു അമ്പരപ്പ് തോന്നുമെങ്കിലും അച്ഛനത് ക്ലിയർ ആയിട്ട് അറിയാൻ പറയും. കാരണം വട്ടാലിച്ചൻ പണ്ടൊരു സംഭവം പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അങ്ങനെ പ്രത്യേക രീതിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് വട്ടാലിച്ചൻ ശരിക്കും കുർബാന അർപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം കാപ്പയും ഇതെല്ലാം ഇട്ട് ധരിച്ചു. അച്ഛൻ കയറി അങ്ങോട്ട് വന്നതും ആ പുള്ളിയുടെ ചന്തിക്കിട്ട് ആരും എടുത്തിട്ട് ഒരെണ്ണം കൊടുത്ത്, എന്നിട്ട് ഇത് ആരെന്നെ തന്നെ പുള്ളി അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ അടുത്തോണ്ട് ഒരെണ്ണം കൂടെ കിട്ടി. അതോടുകൂടി കംപ്ലീറ്റ് ഫുള്ളി നോർമലായി. എന്നിട്ട് അച്ഛനോട് എന്ന് പറഞ്ഞ അച്ഛാ, അപ്പോൾ ഞാൻ അച്ഛന് വട്ടാച്ചനെ ഭയങ്കര ഇതായി, ഈ വ്യക്തിക്ക് എങ്ങനെ ഇതെങ്ങനെ വ്യത്യാസം ഉണ്ടായി, കാരണം ഒരനക്കം ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ വട്ടാച്ചന് പറഞ്ഞ് ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ അച്ഛനെ ആ ഇട്ട് കെട്ടി ഇങ്ങ് കയറി വന്നില്ലെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് ഒരുങ്ങി. ആ സമയത്ത് ആരും എൻ്റെ പുറത്തിട്ട് 2 അടി തന്നു. അതോടുകൂടി എൻ്റെ ആ പീഡ എല്ലാം വിട്ടുപോയത്. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ പ്രത്യേക ഇടപെടലാണത്. പ്രൈസ് ദി ലോർഡ്. ഈ ദാസനെ രോഗത്തിൻ്റെ ആധിപത്യങ്ങളെയും ആത്മീയ ജീവിതത്തിൻ്റെ തടസ്സങ്ങളും ആ പ്രാർത്ഥന നമ്മൾ വിടുതൽ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കാൻ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ജീവിക്കും. വേഗത്തിൽ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തോടൊത്ത് ശത്രുക്കൾക്കെതിരെ ഞങ്ങൾ ധീരമായി പൊരുതും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ദൈവപൈതൽ കർത്താവിനോട് ചേർന്ന തടസ്സങ്ങളെ സാത്താൻ ശക്തികളെ പൊരുതി ജയിക്കണം എന്നുള്ളത് ബൈബിളിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഈ വചനശുശ്രൂഷ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. എഴുന്നേൽക്കാം, കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്ക സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ ആരാധന ആരാധന. ഓ കർത്താവേ, ഈ വചനശുശ്രൂഷ പരാജയം ആഗ്രഹിച്ച് നിലനിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ തടസ്സങ്ങളെ ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല 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 ഹല. ഓരോ കഥകളും ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതലിന്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സാത്താനെ തകർക്കാൻ കൃപയുള്ള അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നന്മ വരാൻ ഏക മനസ്സ് ഏക മാർഗം. ഫിലിപ്പി ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ഫിലിപ്പി ലേഖനത്തിൽ 2-1 മുതൽ 3 വരെ തിരുവചനങ്ങളിൽ പൗലോസ് ശ്ലീഹ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്പം വലിയ വചനമാണ് ഇതെങ്കിലും അതിലൂടെ പരിശുദ്ധാത്മ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ആയാൽ ക്രിസ്തുവിൻ്റെതായ എന്തെങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഒരു അല്പമെങ്കിലും നന്മ, അല്പമെങ്കിലും ആശ്വാസം, അല്പമെങ്കിലും കാരുണ്യം, അല്പമെങ്കിലും സ്നേഹം, ക്രിസ്തുവിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു മനസ്സ്, ഒരാത്മാവ്, ഒരു ഹൃദയം.
എന്നിട്ട് സ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ നിങ്ങളെ ക്രിസ്തുവിൻ്റെതായ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ ഒരു മാമോദിസ സ്വീകരിച്ച നീ ക്രിസ്തുവിന്റെ ആളാണ്. നീ മാമോദിസ സ്വീകരിക്കേണ്ട, യേശുക്രിസ്തു രക്ഷകൻ എന്ന് ആദ്യമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ക്രിസ്തുവിന്റെ ആളാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെതായ എന്തെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ കർത്താവിന്റെ ദൂത് സ്ലീഹ വെളിപ്പെടുന്ന ഇങ്ങനെയാണ്, നിങ്ങള് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായിരിക്കണം. അങ്ങനെ എന്റെ സന്തോഷം, നിങ്ങളുടെ സന്തോഷം അത് വർദ്ധിക്കട്ടെ എന്ന് സ്ലീഹ പറയുക. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു മാർഗമാണ് ഒരു മനസ്സ് ഒരു മാർഗം. ഒരു മനസ്സ് ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം പരിശുദ്ധ തൃത്വം ഒരു കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു കൂട്ടായ്മയാണ്. എന്നിട്ട് കർത്താവ് ഇങ്ങനെയാണ് സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു. എന്തെന്നാൽ ഞാനും പിതാവും രണ്ടല്ല, ഒന്നാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന, ദിവസവും പല പ്രാവശ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഒരു മനസ്സ് ഒരു മാർഗം. കാരണം അങ്ങനെ ഉണ്ടെങ്കിലേ സന്തോഷം പൂർണ്ണമാവുള്ളൂ എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും കുടുംബങ്ങളിൽ സന്തോഷമില്ല, ചില ഇടവുകളിൽ സന്തോഷമില്ല, ചില ഗവൺമെന്റുകളിൽ സന്തോഷമില്ല, ചില ധ്യാന കേന്ദ്രങ്ങളിൽ സന്തോഷമില്ല, ചില ബിസിനസ് മേഖലയിൽ സന്തോഷമില്ല. എന്താണ് കാരണം? ഒരു മനസ്സില്ല, ഒരു മാർഗമില്ല എന്നുള്ളതാണ് കാരണം. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു തിരുവചനമാകാം ജെറമിയ പ്രവചനത്തിനുണ്ട്. ജെറമിയ പ്രവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു സന്ദേശപ്രകാരമാണ്. ജെറമിയ പ്രവചനത്തിൽ അതിന് 32-ാമത്തെ അധ്യായത്തിന്റെ 39-ാം തിരുലിഖിതം ജെറമിയ 32:39 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ചൈതന്യം ജെറമ്യായിൽ വെളിപ്പെടുത്തുകയാണ്, അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തേണ്ടതിന് ഞാൻ അവർക്കൊരു സംഗതി നൽകാൻ പോവാണ്. എന്നിട്ട് പറയാണ്, ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും തരും. എന്ന് പറഞ്ഞാൽ കാരണന്മാരൊക്കെ ചിലപ്പോൾ പറഞ്ഞു കേൾക്കാറുള്ളൊരു സെന്റൻസ് ഉണ്ട്, ഞങ്ങളുടെ കാലം എങ്ങനെയായി, ഞങ്ങളുടെ മക്കളെങ്കിലും ഒന്ന് നന്നാവണം, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, മക്കളെങ്കിലും പഠിക്കട്ടെ, ഞങ്ങളുടെ കാലം കഴിയായി, ഇനി മക്കളുടെ കാര്യം ഒരു അഭിവൃദ്ധിയുടെ കാലഘട്ടത്തിലായിരിക്കണം എന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് മക്കളെ പഠിക്കുന്നത് വിചാരിച്ചിട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കഠിനാധ്വാനം ചെയ്ത് ചോര നീരാക്കി അനേകം മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ കാലത്ത് നേരെ നേരെ വീട്ടിൽ കിടക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നല്ലൊരു വീട് മക്കൾക്ക് വരണം, അതിനുവേണ്ടി വീട് പണിത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങള് പ്ലാൻ ചെയ്ത് വെക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവവൈതലേ, എല്ലാം നല്ലത് തന്നെ, എല്ലാം നല്ലത് തന്നെ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹം പ്രാപിക്കാൻ ഒരു സംഗതി നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് വചനം വെളിപ്പെടുത്തുന്നത്, ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. എന്ന് പറഞ്ഞാൽ മക്കൾ അനുഗ്രഹം പ്രാപിക്കാൻ, അവനവൻ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം കുറെ ഭൗതിക കാര്യങ്ങൾ നൽകുന്നതിനെ കുറിച്ച് അല്ല ബൈബിളിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഏക മനസ്സോ ഏക മാർഗമാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർക്കുമെന്നാണ് പറഞ്ഞത്. മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങൾ വളർത്തി വലുതാക്കി, എന്നിട്ട് നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക്, ഉന്നതത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു മനസ്സ് ഒരു മാർഗം ഇല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോ അതെല്ലാം തവിട് പൊടിയാണ് സഹോദരങ്ങളെ. എത്രയൊരു അർത്ഥവത്തായ തിരുവചനമാണ് സഹോദരങ്ങളെ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മക്കൾക്ക് നന്മ വരാൻ വേണ്ടി ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും തരുമെന്ന്. കുടുംബത്തിന് അപ്പനും അമ്മയ്ക്കും ഏക മനസ്സും ഏക മാർഗം അല്ലെങ്കിൽ മക്കൾ അനുഗ്രഹം പ്രാപിക്കല. ഒരു പരിശീലന കേന്ദ്രത്തിലാണെങ്കിൽ, ഒരു വൈദിക മന്ദിരത്തിലാണെങ്കിൽ, എവിടെയാണെങ്കിലും ശരി, ഒരു സ്ഥാപനത്തിലായിക്കോട്ടെ,
എന്ത് പരിശുദ്ധ ചെയ്യുന്നവരെ അവരെ ഉള്ളവർക്ക് ഒരു മനസ്സും ഒരു മാർഗം അല്ലെങ്കിൽ അവർക്കുള്ള സന്തതികൾ അനുഗ്രഹം പ്രാപിക്കല. ഈ ധ്യാന കേന്ദ്രത്തെ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരച്ചനം അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള വൈദ്യുതി ഒരു മനസ്സോടെ നിൽക്കുമ്പോഴാണ് ഇവിടെ വരുന്ന സന്തതികൾ അത് മക്കൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഫിലിപ്പി ലേഖനത്തിൽ കർത്താവായ യേശുക്രിസ്തു പൗലോസ് വെളിപ്പെടുത്തിയത് ജെറമിയാവിൽ പറഞ്ഞ കാര്യത്തിന്റെ പൂർത്തീകരണം. യേശുക്രിസ്തുവിന്റെ എന്തെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മനസ്സ് ഒരു മാർഗമായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ, ഒരു മനസ്സ് ഒരു മാർഗം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ സഭ എങ്ങനെ വളർന്നു, കുടുംബങ്ങൾ എങ്ങനെ വളർന്നു, ദേശങ്ങൾ എങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു ചിന്തിക്കണം. അത് നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തില് അതിന്റെ 14-ാം തിരുലിഖിതം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്ന രംഗം യേശുക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് ശേഷം പരിശുദ്ധ അമ്മ അപ്പസ്തോലന്മാര് അവര് ഏക മനസ്സോടെ ഏക മാർഗത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസം അവരുടെ മേൽ വന്നു നിറഞ്ഞ സഹോദരങ്ങളെ. ഇന്ന് എന്തുകൊണ്ടാണ് ചിലപ്പോൾ ധ്യാനത്തിന് പോകുമ്പോൾ ഒരു അഭിഷേകം ചിലപ്പോൾ കിട്ടാതെ പോണത്? എന്തുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ഒരു അഭിഷേകം ചിലപ്പോൾ കിട്ടാതെ പോണത്? എന്തുകൊണ്ടാണ് നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് തുറവില്ലാതെ വരുന്നത്? അതിന് കാരണമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു മനസ്സ് ഒരു മാർഗമാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടാവുള്ളൂ. ഒരു മനസ്സ് ഒരു മാർഗമാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. ഇതേ കാര്യം തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 46-ാം തിരുലിഖിതത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തിന്റെ 46-ാം തിരുലിഖിതം ആദ്യമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തിനും ആഹ്ലാദത്തിനും ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളില് പ്രാർത്ഥനാ ഗ്രൂപ്പുകള് ഇന്നത്തെ പശ്ചാത്തല പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എന്നതുപോലെ അവർ ഒരുമിച്ചാണ് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോ സഭ വളർന്നുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്ലീഹാ നമ്മളെ വീണ്ടും ശക്തമായ ഭാഷയിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് എഫേസോസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാം തിരുലിഖിതം എഫേസോസ് 4:3 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും. എന്താ ജാഗരൂകരാന്ന് പറഞ്ഞാൽ, അപ്പൊ ഒരേ മനസ്സിലും ഒരേ മാർഗത്തിലും നമ്മൾ ചലിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആരോ ഉണ്ട്. അയാൾ വന്ന് ഈ മാർഗം ഈ മനസ്സ് മാറ്റിക്കളയും. അതുകൊണ്ട് ജാഗരൂകത പുലർത്താൻ ഒരു തിരക്ക് പിടിച്ച സ്ഥലത്ത് പോകുമ്പോ സ്വർണം നഷ്ടപ്പെടാതിരിക്കാൻ ജാഗരൂകത പുലർത്തുന്ന പോലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളല്ല പൈസ ഉപയോഗിച്ച് സംഗതി ഉണ്ടെങ്കിൽ ഒരു ജാഗരൂകത ഉള്ളതുപോലെ ഒരമ്മ കൊച്ചിനോട് നടന്നു പോകുമ്പോ കൊച്ചിനെ പോലെ ജാഗരൂകത ഉള്ളതുപോലെ എന്റെ ദൈവ പൈതലെ നമുക്കൊരു ജാഗരൂകത വേണം, സാത്താൻ ഭിന്നത വിതയ്ക്കാതിരിക്കാൻ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം സഹോദരങ്ങളെ. അതായത് സാത്താൻ ഒരു കുടുംബം തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സാത്താൻ ഒരു പ്രസ്ഥാനം തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സാത്താൻ ഒരു ഇടവ ചിഹ്നം വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സാത്താൻ ഒരു കോൺവെന്റ് തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സാത്താൻ എന്തെങ്കിലും ഒരു മേഖല തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം എന്നറിയോ? ഭിന്നത വിതയ്ക്കും, ഭിന്നത. അതുകൊണ്ട് ജാഗരൂകത വേണം. ഈ ജാഗരൂകത യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 21-ാം തിരുലിഖിതം യേശുക്രിസ്തു ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ യേശു അപ്പസ്തോലന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന എങ്ങനെയാണ് യേശു പ്രാർത്ഥിക്കുന്നത്? യോഹന്നാൻ 17:21 അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നാൽ കർത്താവേ ഇവർക്കെല്ലാം മരിച്ചു കർപ്പിക്കാൻ കൃപ കൊടുക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്, ഇവർക്കെല്ലാം വേറെ വലിയ വലിയ കാര്യം ചെയ്യാനുള്ള കൃപ ലഭിക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്. അതൊക്കെ ലഭിക്കാൻ ഒരു മാർഗമുണ്ട്, ഒരു മനസ്സുണ്ടെങ്കിൽ, ഒരു മാർഗമുണ്ടെങ്കിൽ. കാരണം ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് നിൽക്കുന്നിടത്ത് ദൈവം വരുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. 2-3 അവർ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
രണ്ടുപേർ യോജിച്ച് പ്രാർത്ഥിച്ചാൽ തരുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതികമായിട്ട് അനുഗ്രഹം പ്രാപിക്കാൻ, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ കുറെ കാര്യങ്ങൾ കാണിക്കുന്നതിനുപരി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തരുന്ന ഈ മനസ്സ്, ഒരു മാർഗം, അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കണം, അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, എന്നിട്ട് അങ്ങനെ വ്യാപരിക്കണം. എങ്കിലേ യേശു ക്രിസ്തുവിന്റെ സന്തോഷം പൂർത്തിയാവുമെന്നാണ് ലേഖനത്തിൽ സ്ത്രീകൾ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില തീരുമാനങ്ങൾ എടുക്കണം. ഓരോ വചന ശുശ്രൂഷ കഴിയുമ്പോഴും നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. നന്നായിട്ട് ആത്മശോധന ചെയ്യണം. ആമോസ് തൂക്കോട്ട പിടിക്കുന്ന പോലെ ജീവിതത്തെ കുറിച്ച് തൂക്കോട്ട പിടിക്കണം. എന്നിട്ട് ചിന്തിക്കണം, സഹോദരങ്ങളെ, എന്റെ കുടുംബ അനുഗ്രഹം പ്രാപിക്കുന്നതിന് കാരണം എന്താ? ഞാൻ ജോലി ചെയ്യുന്ന സാമൂഹ്യ അനുഗ്രഹം പ്രാപിക്കുന്നതിന് കാരണം എന്താ? ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം കൃപയിൽ വരാത്തതിന് കാരണം എന്താ? ഒരു മനസ്സ്, ഒരു മാർഗം നഷ്ടപ്പെട്ടു പോകും. സാത്താൻ വന്ന് ആരിലൂടെയെങ്കിലും ഭിന്നതയുടെ കഥ വരയ്ക്കും. അതുകൊണ്ട് ജാഗരൂകത പാലിക്കണം. എഴുന്നേറ്റ് നിന്ന് കർത്താവിന് സമയം പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഒരു മനസ്സും ഒരു മാർഗവും കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരു മനസ്സും ഒരു മാർഗവും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൻ അമ്മയ്ക്ക് വേണ്ടി, അമ്മ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു മനസ്സ് കിട്ടുള്ളൂ. യേശു അതുകൊണ്ട് അപ്പസ്വലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക, ദൈവമേ, ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണം. കർത്താവ്, ഞാനാണോ നീയാണോ പറയുന്നത് ചിന്തിക്കാതെ ഒരു മനസ്സ്, ഒരു തീരുമാനം, ഒരു മാർഗം, അങ്ങനെ അനുഗ്രഹത്തിന്റെ ഒരു കൃപ ഞങ്ങൾ മേൽ വർഷിക്കണമേ. കരങ്ങളുയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിരിക്കുന്ന ഓരോ ദാസന്മാരുടെ മേലും ദൈവമേ, സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ ഒരു അഭിഷേകത്തെ തുറന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും, ഞാൻ മക്കളെ നൽകും എന്ന് പറഞ്ഞതുപോലെ, ഞാൻ സമ്പത്ത് നൽകുമെന്ന് പറഞ്ഞതുപോലെ, ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകുമെന്ന വചനപ്രകാരം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഭിന്നതയുടെ ബന്ധനം മാറട്ടെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ താൻ പോലും ഭാവം വിട്ടുപോലെ, ഞങ്ങളുടെ ഓരോ ശുശ്രൂഷ മണ്ഡലങ്ങളിലും എല്ലാ കർത്താവ് ഭിന്നതയുടെ സാധ്യതയുടെ കളവ് ചിന്തകരമായതാണ്. ഒരു മനസ്സ്, ഒരാത്മാവ്, ഒരു ഹൃദയം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. ഒരു മനസ്സ്, ഒരു മാർഗം, നന്മ വരാൻ. Lord Jesus. സാമുവേൽ പ്രവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ആകാശം ചായ്ച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് വരും. കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവഭക്തനോടും കർത്താവ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തും. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു: ഭയപ്പെടേണ്ട, ദൈവ പൈതലേ എന്ന് കർത്താവ് ആശ്വസിപ്പിക്കുന്നതായി വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ഭയപ്പെടേണ്ട, ഇതാ കർത്താവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ അവസ്ഥകളും സമർപ്പിക്കുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കർത്താവ് സമാധാനം നൽകുന്ന സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് കർത്താവ് വിടുതലിൻ്റെ ദൈവമായി വ്യാപരിക്കുന്ന സമയമാണ്. കർത്താവ് പാലസ്തീനയുടെ പരിസര പ്രദേശങ്ങളിൽ കടന്നുപോയപ്പോൾ വഴിയുടെ ഇരുവീതികളിലും പലവിധ പ്രശ്നങ്ങളാൽ നിന്നവർ ഇതുപോലെ കർത്താവിനെ നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെല്ലാം അനുഗ്രഹിച്ചു. അവരെല്ലാ പ്രശ്നത്തിനും കർത്താവ് ഉത്തരം നൽകി. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു, ഭയമുള്ളവരെ ധൈര്യപ്പെടുത്തി, രോഗമുള്ളവരെ സുഖപ്പെടുത്തി, ബന്ധനത്തിരുന്നവരെ വിടിപ്പിച്ചു, പൈശാചിക ബന്ധനത്തിരുന്നപ്പോൾ പിശാചിനെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. അതേ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ അന്ന് സംഭവിച്ചതെല്ലാം ഇന്ന് സംഭവിക്കും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്.
കർത്താവിന്റെ പക്കലെ ഈ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരെയും കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവായ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ ഇങ്ങനെ വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. നാരകീയ സേനകൾ വിട്ടുമാറി പോകട്ടെ. അത്ഭുത വിടുതൽ കൃപയാഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Come, Lord Jesus.